നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഭരണകൂടത്തോടുള്ള എതിർപ്പ് രാജ്യത്തെങ്ങും ആളിപ്പടരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അരങ്ങേറുന്നു. ഇതിനിടയിൽ ഇറാനിൽ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടെ സ്ത്രീകൾ സിഗരറ്റ് പുകച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഫോട്ടോ കത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലാണ്. ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യവുമായി തെരുവിൽ പ്രതിഷേധിക്കുന്ന ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യമാണ് ഈ ചിത്രങ്ങൾ കാണിക്കുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത്തരം ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ചിത്രങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിത്രം ഇത് യാഥാർത്ഥ്യമാണ് എങ്കിൽ അവർ പരമോന്നത നേതാവെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന നേതാവിനെയാണ് ഇത്തരത്തിൽ അപമാനിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയം. ലോകമെമ്പാടും ആയിരക്കണക്കിന് തവണ ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ രീതി പ്രതിരോധത്തിൻ്റെ ഒരു അടയാളമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ് ഈ കാര്യങ്ങൾ അധികാരികൾക്ക് തടയാൻ, ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ തടയാൻ വലിയ പ്രയാസമാണ് എന്നാണ് നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സമയത്താണ് അവകാശ ലംഘനങ്ങൾ അടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, കുത്തനെ ദുർബലമാകുന്ന കറൻസി, വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യവില എന്നിവ രാജ്യത്തുടനീളമുള്ള നഗരങ്ങളിൽ പൊതുജനരോക്ഷം ആളിക്കത്തിക്കുകയാണ്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുടെ ചിത്രങ്ങൾ കത്തിക്കുകയും പ്രതിമകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇറാനിയൻ നിയമപ്രകാരം പരമോന്നത നേതാവിൻ്റെ ചിത്രം കത്തിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നിരിക്കെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധവും കൂടി ഉടലെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ ദീർഘകാലമായി നിയന്ത്രിക്കുന്ന സമൂഹം പൊട്ടിത്തെറിയുടെ വക്കിലാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. നിർബന്ധിത ഹിജാബ് നിയമം ഉൾപ്പെടെയുള്ള കർശന സാമൂഹിക നിയമങ്ങളെയും സ്ത്രീകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലുള്ള പരിമിതികളെയും അതിനെതിരെയൊക്കെ പ്രതിഷേധം ഉയർത്തുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 ശിരോവസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മക്സ അമീനി എന്ന യുവതി കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രതിഷേധ രീതി. വലിയ തോതിലുള്ള തെരുവ് പ്രകടനങ്ങൾ അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഓൺലൈനിൽ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് പ്രതിരോധം മാറിയിരിക്കുകയാണ്. ഇത്തരം വീഡിയോകളുടെ വർദ്ധിച്ചു വരുന്ന പ്രചാരം ഈ പ്രവണത വലിയ രീതിയിലുള്ള പ്രതിഭാസമായി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്, രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇറാനിയൻ സ്ത്രീകളുടെ പ്രതിരോധത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തലത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയിരിക്കുകയാണ്. അതേസമയം തെഹ്റാൻ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭം കനത്തതോടെ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ മുടങ്ങി. കെർമൻഷാഹിൽ നടന്ന കലാപ സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം 10 ദിവസത്തിലേറെയായി തുടർന്ന ഇറാൻ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമാവുകയാണ്. കെർമൻഷാഹിൽ നടന്ന കലാപ സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വകാര്യ വാഹനങ്ങൾ, മെട്രോ, ഫയർ ട്രക്കുകൾ, ബസ്സുകൾ ഉൾപ്പെടെ നിരവധി പൊതുവാഹനങ്ങളും അഗ്നിക്കിരയാക്കപ്പെട്ടു. ഇറാനിലെ ഒട്ടുമിക്ക പ്രവിശ്യകളെയും പ്രക്ഷോഭം വലിയ രീതിയിലാണ് ബാധിച്ചത്. നിരവധി വിദേശ വിമാന കമ്പനികൾ ഇറാനിലേക്ക് തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡസൻ കണക്കിന് സർവീസുകളും റദ്ദാക്കിയവയിലുണ്ട്. അതിനിടെ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങൾ അയച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.